Hi everyone. Course code BSOC 101. Course title Introduction to Sociology 1. Introduction to Sociology 1 എന്നീ സബ്ജക്റ്റിൽ 3 ബ്ലോക്കുകളിലായി 14 യൂണിറ്റ്സ് ആണ് ഉള്ളത്. ബ്ലോക്ക് 1 നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി, ബ്ലോക്ക് 2 റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് അതർ സോഷ്യൽ സയൻസസ്, ബ്ലോക്ക് 3 ബേസിക് കോൺസെപ്റ്റ്സ്. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി എന്ന ഫസ്റ്റ് ബ്ലോക്കിൽ 2 യൂണിറ്റ്സ് ആണുള്ളത്. അതിൽ യൂണിറ്റ് 1 തിങ്കിങ് സോഷ്യോളജിക്കലി. സോ ഈ യൂണിറ്റിൽ എന്താണ് സോഷ്യോളജിക്കൽ മെത്തേഡ്, എന്താണ് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. സോഷ്യോളജി എങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിന്റെ പാർട്ടായി വരുന്നുവെന്നും സോഷ്യോളജിയിലെ പ്രധാനപ്പെട്ട ചില കോൺസെപ്റ്റ്സ് ആയ ഗ്രൂപ്പ്, കമ്മ്യൂണിറ്റി, ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്, സോഷ്യലൈസേഷൻ, സ്ട്രേഞ്ചർ ഇതൊക്കെയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പെർസ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ മെത്തേഡ്, സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്നതിനെ മനസ്സിലാക്കാൻ വേണ്ടി 2 തിങ്കേഴ്സിന്റെ വ്യൂ പോയിന്റ്സ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു. അതിലെ ഫസ്റ്റ് തിങ്കറാണ് C.W. മിൽസ്, സെക്കൻഡ് തിങ്കറാണ് സിഗ്മണ്ട് ബൂർമാൻ. C.W. മിൽസിന്റെ ടൈപ്സ് ഓഫ് പ്രാക്ടിക്കാലിറ്റി ആൻഡ് ബ്യൂറോക്രാറ്റിക് എത്തോസ്, അദ്ദേഹത്തിന്റെ തന്നെ യൂസസ് ഓഫ് ഹിസ്റ്ററി, ഫിലോസഫീസ് ഓഫ് സയൻസ് മുതലായ ടോപ്പിക്സും സിഗ്മണ്ട് ബൂർമാന്റെ വാല്യൂസ് ആൻഡ് ആക്ഷൻ, ദി സോഷ്യോളജിക്കൽ ഐ പോലെയുള്ള ചില ടോപ്പിക്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് യൂണിറ്റ് 2 എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി. സോ ഇവിടെ നമ്മൾ സോഷ്യോളജിയെയും സോഷ്യൽ ആന്ത്രോപോളജിയെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് മനസ്സിലാക്കണം. ഇവിടെ സോഷ്യോളജിയുടെ എമർജൻസിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ 2 സംഭവങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഒന്ന് എൻലൈറ്റൻമെന്റ്, ജ്ഞാനോദയം എന്ന് പറയും. സെക്കൻഡ് വൺ സയന്റിഫിക് റെവല്യൂഷൻ. അതുപോലെ 19th സെഞ്ചുറിയിൽ യൂറോപ്പിനെ ആകെ ഇളക്കി മറിച്ച പ്രധാനപ്പെട്ട 2 സംഭവങ്ങളും കൂടി നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അത് ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അതായത് ഈ സംഭവങ്ങളെല്ലാം സോഷ്യോളജിയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ചില സോഷ്യോളജിക്കൽ തിയറീസ് എന്ത്, അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ തിയറീസ് എങ്ങനെ ഒറിജിനായി എന്നതിനെ കുറിച്ചും സോഷ്യൽ ആന്ത്രോപോളജി എങ്ങനെ എമേർജ് ആയി എന്നതിനെ കുറിച്ചും പഠിക്കുന്നു. സോഷ്യൽ ആന്ത്രോപോളജിയുടെ എമേർജൻസിന് 2 ഫേസസ് ഉണ്ട്, 2 ഘട്ടങ്ങളായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഫേസ് വരുന്ന ടൈം പീരീഡ് 1725 തൊട്ട് 1840 വരെയും സെക്കൻഡ് ഫേസിന്റെ ടൈം പീരീഡ് 1840 തൊട്ട് 1890 വരെയുമാണ്. ഈ 1890ക്ക് ശേഷം സോഷ്യൽ ആന്ത്രോപോളജി എന്നത് മാറി മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജിയാണ് വന്നിട്ടുള്ളത്. സോ മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജിയുടെ എമർജൻസ് എന്താണ്, അതുപോലെ തന്നെ ഈ സോഷ്യൽ ആന്ത്രോപോളജിയുടെ പയനിയേഴ്സ്, മുന്നോടികളായിട്ട് വരുന്ന ആളുകൾ ആരൊക്കെയാണ്, അതിലെ പ്രധാനികൾ ആരൊക്കെ എന്ന് പറയുമ്പോൾ, പ്രധാനികൾ എന്ന് വെച്ചാൽ ആദ്യകാല ആന്ത്രോപോളജിസ്റ്റുകൾ ആരൊക്കെയെന്നാണ് നമ്മൾ നോക്കുന്നത്. ആ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ ലൂയിസ് ഹെൻറി മോർഗൻ, അതേപോലെ ജോൺ ഫെർഗൂസൺ മാക്ലെനൻ, സർ എഡ്വേർഡ് ബെർണറ്റ് ടെയ്ലർ, ഫ്രാൻസ് ബോവാസ്, W.H. റിവേഴ്സ് മുതലായ തിങ്കേഴ്സിനെ കുറിച്ച് നമ്മളിവിടെ പഠിക്കുന്നു. ഇതോടെ ഈ യൂണിറ്റ് അവസാനിച്ചു, ഈ ഫസ്റ്റ് ബ്ലോക്കും കഴിഞ്ഞു. ഇനി ബ്ലോക്ക് 2 റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് അതർ സോഷ്യൽ സയൻസസ്. സോഷ്യോളജിയും മറ്റു പല സോഷ്യൽ സയൻസസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ ബ്ലോക്കിലെ ഓരോ യൂണിറ്റുകളുടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിലെ ഫസ്റ്റ് യൂണിറ്റ്, ഈ പേപ്പറിലെ യൂണിറ്റ് 3 റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് ആന്ത്രോപോളജി. സോ ആന്ത്രോപോളജിയും സോഷ്യോളജിയും കണക്റ്റഡ് ആണെന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ പ്രധാനപ്പെട്ട പല ആന്ത്രോപോളജിസ്റ്റുകളും സോഷ്യോളജിസ്റ്റുകളാണ്, തിരിച്ചും. സോ എന്താണ് സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിലുള്ള ഒരു കണക്ഷൻ, സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെ, ഡിഫറൻസസ് എന്തൊക്കെ, ഈ 2 ഡിസിപ്ലിൻസിന്റെയും എമർജൻസ് എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 4 റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് സൈക്കോളജി. സൈക്കോളജിയും സോഷ്യോളജിയും തമ്മിലും ഒരു കണക്ട് ഉണ്ട്. നമുക്കറിയാം, വളരെ ഫേമസ് ആയ സൈക്കോളജിസ്റ്റ് ആണ് സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പല തിയറീസും, സൈക്കോ അനലിറ്റിക് തിയറിയൊക്കെ സോഷ്യോളജിയിൽ നമ്മൾ പലപ്പോഴും ഉദ്ധരിക്കാറുള്ളതാണ്. സോ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് കൺഫേം ആണ്. സോ ആദ്യം നമ്മൾ എന്താണ് സൈക്കോളജിയും സോഷ്യോളജിയും നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കും, അതുപോലെ സോഷ്യൽ സൈക്കോളജി എന്താണ്, സോഷ്യൽ സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട ചില ടൂൾസ് എന്ന് പറയുമ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സോഷ്യൽ നോംസ് ആൻഡ് വാല്യൂസ്, കൾച്ചർ, റോൾസ് ആൻഡ് സ്റ്റാറ്റസ്, സോഷ്യലൈസേഷൻ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോഷ്യലൈസേഷനെ കുറിച്ച് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ സോഷ്യൽ സൈക്കോളജിയിലുള്ള ചില മെത്തേഡ്സ്, അതായത് സോഷ്യോളജിയിലുള്ള എന്തൊക്കെ മെത്തേഡ്സ് സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ മിഡിൽ റേഞ്ച് തിയറീസ് ഒക്കെ മെൻഷൻ ചെയ്യുന്നു. ദെൻ വാട്ട് ആർ ദി പെർസ്പെക്റ്റീവ്സ് ഇൻ സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിയിലെ ചില പെർസ്പെക്റ്റീവ്സ് ആയ സിംബോളിക് ഇന്ററാക്ഷനിസം, സോഷ്യൽ സ്ട്രക്ചർ, പേഴ്സണാലിറ്റി, ഗ്രൂപ്പ് പ്രോസസ്സസ് മുതലായിട്ടുള്ള കോൺസെപ്റ്റ്സും ടേംസും നമ്മളിവിടെ പഠിക്കുന്നു. ദെൻ ലാസ്റ്റ്ലി വൈ സോഷ്യൽ സൈക്കോളജി. നമ്മൾ സോഷ്യോളജി എന്താണെന്നും സൈക്കോളജി എന്താണെന്നും പറഞ്ഞു. എന്തുകൊണ്ട് സോഷ്യൽ സൈക്കോളജി, എന്താണ് അതിന്റെ ഒരു റിലവൻസ്, അതുപോലെ സോഷ്യൽ സൈക്കോളജിയിലെ റിസർച്ചേഴ്സിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് 5 റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് ഹിസ്റ്ററി. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ C.W. മിൽസിന്റെ യൂസസ് ഓഫ് ഹിസ്റ്ററി എന്നൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ടോപ്പിക്കിലൂടെ പറഞ്ഞു വെക്കുന്നത് സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള കണക്ഷനെ കുറിച്ചാണ്.
ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ നോക്കാൻ പോവുകയാണ്. സോ എന്താണ് ഹിസ്റ്ററി? ഹിസ്റ്ററിയും സോഷ്യോളജിയും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ ഡിഫറൻസസ് എന്തൊക്കെയാണ്? ഹിസ്റ്റോറിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത് സോഷ്യോളജിയുടെ ഒരു സബ് ഡിസിപ്ലിൻ ആണ്. സോ എന്താണ് ഹിസ്റ്റോറിക്കൽ സോഷ്യോളജി എന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ യൂണിറ്റിൽ നമ്മൾ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് 6, റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് എക്കണോമിക്സ്. എന്താണ് എക്കണോമിക്സ്? എക്കണോമിക്സിലും സോഷ്യോളജിയിലും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സിമിലാരിറ്റീസും ഡിഫറൻസസും എന്തൊക്കെയാണ്? എക്കണോമിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ പല എക്കണോമിസ്റ്റുകളും ഈ ഒരു കണക്ഷനെ കുറിച്ച്, എക്കണോമിക്സും സോഷ്യോളജിയും തമ്മിലുള്ള കണക്ഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ പല സോഷ്യോളജിസ്റ്റുകളും എക്കണോമിക്സും സോഷ്യോളജിയും തമ്മിലുള്ള കണക്ഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് ചില പ്രധാനപ്പെട്ട തിങ്കേഴ്സിന്റെ എക്സാമ്പിൾസിലൂടെ നമ്മളിവിടെ മനസ്സിലാക്കുന്നുണ്ട്. ദെൻ എക്കണോമിക് സോഷ്യോളജി, നമ്മൾ നേരത്തെ ഹിസ്റ്റോറിക്കൽ സോഷ്യോളജി എന്ന് പറഞ്ഞ പോലെ എക്കണോമിക് സോഷ്യോളജിയുടെ ഒരു സബ് ഡിസിപ്ലിൻ ആണ്. ആ സബ് ഡിസിപ്ലിൻ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദെൻ വാട്ട് ഈസ് ദി ഹിസ്റ്ററി ഓഫ് എക്കണോമിക് സോഷ്യോളജി, ഹൗ ഇറ്റ് ഒറിജിനേറ്റഡ്, ഹൗ ഇറ്റ് എമേഴ്സ്ഡ് ആൻഡ് ഹൗ ദി ന്യൂ എക്കണോമിക് സോഷ്യോളജി കെയിം. അതുപോലെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ, ഇപ്പോഴത്തെ കണ്ടംപററി ടൈംസിൽ എങ്ങനെയാണ് എക്കണോമിക് സോഷ്യോളജി എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ സോഷ്യോളജിയിലും എക്കണോമിക്സിലും പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചില ടോപ്പിക്സ് ഉണ്ട് അല്ലെങ്കിൽ ഇഷ്യൂസ് ഉണ്ട്. ഉദാഹരണത്തിന് പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ചൈൽഡ് ലേബർ, ഇനീക്വാലിറ്റി, ഇതെല്ലാം ഈ ടോപ്പിക്സ് എല്ലാം നമ്മൾ സോഷ്യോളജിയിലും പറയാറുള്ളതാണ്, എക്കണോമിക്സിലും പറയാറുള്ളതാണ്. സോ ഈ ഇഷ്യൂസ് എല്ലാം എങ്ങനെയാണ് വരുന്നത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുക. ഇതോടെ ഈ യൂണിറ്റും അവസാനിച്ചു. നെക്സ്റ്റ് യൂണിറ്റ് 7, റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് പൊളിറ്റിക്കൽ സയൻസ്. ഇവിടെ നമ്മൾ എന്താണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റിനെ, ഡിസിപ്ലിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന ഡിസിപ്ലിൻ വന്നതിന് ശേഷം ലോകത്ത് പല പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് നടന്നിട്ടുണ്ട്, പല വാർസ് നടന്നിട്ടുണ്ട്, വേൾഡ് വാർ നടന്നിട്ടുണ്ട്, കോൾഡ് വാർ സംഭവിച്ചിട്ടുണ്ട്, അതുപോലെ മറ്റു പല പൊളിറ്റിക്കൽ മൂവ്മെന്റ്സും ഉണ്ടായിട്ടുണ്ട്. സോ ഈ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ പൊളിറ്റിക്സ് എന്ന സബ്ജക്റ്റിന്, ഡിസിപ്ലിന് എന്ത് ഷിഫ്റ്റ് ആണ്, എന്ത് ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നു. പിന്നെ ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ എന്ത്, സോഷ്യോളജിയും പൊളിറ്റിക്സും തമ്മിലുള്ള കണക്ഷൻ, സിമിലാരിറ്റീസ് എന്ത്, ഡിഫറൻസസ് എന്ത്, അതുപോലെ പൊളിറ്റിക്കൽ സോഷ്യോളജി, ഹിസ്റ്റോറിക്കൽ സോഷ്യോളജിയും എക്കണോമിക് സോഷ്യോളജിയും പോലെ പൊളിറ്റിക്കൽ സോഷ്യോളജി എന്നത് സോഷ്യോളജിയുടെ മറ്റൊരു സബ് ഡിസിപ്ലിൻ ആണ്. ആ സബ് ഡിസിപ്ലിൻ എന്താണ്, അതിന്റെ ഡെഫിനേഷൻ എന്താണ്, അത് എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുന്നു. ലാസ്റ്റ്ലി പൊളിറ്റിക്കൽ സയൻസിൽ വരുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സോഷ്യോളജിയിൽ വരുന്ന ചില കോൺസെപ്റ്റ്സ് ഉണ്ട്. അവിടെ നമ്മൾ പൊളിറ്റിക്കൽ കൾച്ചർ എന്താണ്, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്താണ്, പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്താണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇതോടെ ഈ യൂണിറ്റ് കഴിഞ്ഞു. ബ്ലോക്ക് 2. നെക്സ്റ്റ് ബ്ലോക്ക്, ലാസ്റ്റ് ബ്ലോക്കാണ് ബ്ലോക്ക് 3, ബേസിക് കോൺസെപ്റ്റ്സ്. ഈ ബ്ലോക്കിൽ നമ്മൾ പ്രധാനമായും സോഷ്യോളജിയിലെ ചില കോൺസെപ്റ്റ്സിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ഓൾ ടുഗദർ നോക്കുമ്പോൾ യൂണിറ്റ് 8 ആണ്, കൾച്ചർ ആൻഡ് സൊസൈറ്റി. സോ എന്താണ് കൾച്ചർ? കൾച്ചർ സൊസൈറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? കൾച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? കൾച്ചറൽ ട്രേറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് കൾച്ചറിന്റെ ടൈപ്സ് പറയുമ്പോൾ മെറ്റീരിയൽ കൾച്ചർ ഉണ്ട്, ഇമ്മെറ്റീരിയൽ കൾച്ചർ ഉണ്ട്. കൾച്ചറിന്റെ പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്തൊക്കെയാണ്? പിന്നെ കൾച്ചറും ബയോളജിയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതെന്താണ് നമുക്ക് യൂണിറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ കൾച്ചറും ബയോളജിയും എങ്ങനെ റിലേറ്റഡ് ആണ്? ദെൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ചില ടേംസ് ഉണ്ട്. കൾച്ചറൽ ചേഞ്ച്, കൾച്ചറൽ ഇന്നോവേഷൻ, ഡിഫ്യൂഷൻ, അക്കൾച്ചറേഷൻ, അസിമിലേഷൻ, അതുപോലെ തന്നെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി. നമുക്ക് കാസ്റ്റിന് സബ് കാസ്റ്റ് എന്ന് പറയുന്ന പോലെ കൾച്ചറിന് സബ് കൾച്ചറുകളുണ്ട്. സബ് കൾച്ചേഴ്സ് എന്താണ്? കൗണ്ടർ കൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്? കൾച്ചറൽ ഷോക്ക് എന്ന് വെച്ചാൽ എന്താണ്? പിന്നെയും കുറച്ച് ടേംസ് നോക്കുകയാണെങ്കിൽ എത്നോസെൻട്രിസം, കൾച്ചറൽ റിലേറ്റിവിസം, മൾട്ടി കൾച്ചറലിസം, ഗ്ലോബലൈസേഷൻ ആൻഡ് കൾച്ചർ എക്സെട്ര. പിന്നെ ഇന്ത്യയിൽ എങ്ങനെയാണ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഇന്ത്യയുടെ ഒരു കീ ഫീച്ചറായിട്ട് പറയാറുള്ളതാണ്. സോ ഇന്ത്യയിൽ എങ്ങനെയാണ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉള്ളത്? അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള കൾച്ചറൽ യൂണിറ്റി ആൻഡ് ഇന്റഗ്രേഷൻ എങ്ങനെയാണ്? സോ നമ്മൾ കൾച്ചർ ആൻഡ് സൊസൈറ്റി എന്ന യൂണിറ്റിൽ എന്താണ് കൾച്ചർ എന്നും കൾച്ചറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല ടേംസിനെ കുറിച്ചും കൾച്ചർ ഇന്ത്യയിൽ എങ്ങനെ വരുന്നു, ഇന്ത്യയിലെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്താണെന്നുമാണ് മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 9, സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് കമ്മ്യൂണിറ്റി. സോ ആദ്യം തന്നെ എന്താണ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്? ഇതിനിടെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തതാണ് ലൈറ്റ് ആയിട്ട്. ഇവിടെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് വേർഷൻ നോക്കാൻ പോവുകയാണ്. എന്താണ് കമ്മ്യൂണിറ്റി, എന്താണ് കമ്മ്യൂണിറ്റി സെന്റിമെന്റ്, കമ്മ്യൂണിറ്റിയും സോഷ്യൽ ഗ്രൂപ്പും തമ്മിലുള്ള കണക്ഷൻ എന്താണ്, അതുപോലെ തന്നെ സോഷ്യൽ ഗ്രൂപ്പ്സിന്റെ ചില ടൈപ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ്സിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ പ്രൈമറി ഗ്രൂപ്പ് ഉണ്ട്, സെക്കൻഡറി ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ ഇൻ ഗ്രൂപ്പ് ഉണ്ട്, ഔട്ട് ഗ്രൂപ്പ് ഉണ്ട്, ജെമൈൻ ഷാഫ്റ്റ് ഉണ്ട്, ജിസൽ ഷാഫ്റ്റ് ഉണ്ട്. അതായത് ഒന്ന് വില്ലേജ് ഒന്ന് സിറ്റി, അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. അതുപോലെ റെഫറൻസ് ഗ്രൂപ്പ് എന്താണ്, സോഷ്യൽ ഗ്രൂപ്പും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള മറ്റു പല കാര്യങ്ങൾ എന്തൊക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ യൂണിറ്റ് 10, അസോസിയേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ് അസോസിയേഷൻ? അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരുതരം ഗ്രൂപ്പ് തന്നെയാണ്. സോ എന്താണ് അസോസിയേഷൻ? അസോസിയേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ? ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സൊസൈറ്റിയിൽ ഏതൊക്കെ ടൈപ്പ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ചില പെർസ്പെക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഫംഗ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഉണ്ട്, കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് ഉണ്ട്, ഇന്ററാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ വരുന്നത്.
നെക്സ്റ്റ് യൂണിറ്റ് 11 സ്റ്റാറ്റസ് ആൻഡ് റോൾ. എന്താണ് സ്റ്റാറ്റസ്, എന്താണ് റോൾ? ഇത് രണ്ടിൻ്റെയും ടൈപ്സ് എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ റോളിൻ്റെ അല്ലെങ്കിൽ സ്റ്റാറ്റസിൻ്റെ ടൈപ്സ് പറയുമ്പോൾ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ഉണ്ട്, അച്ചീവ്ഡ് സ്റ്റാറ്റസ് ഉണ്ട്, മാസ്റ്റർ സ്റ്റാറ്റസ് ഉണ്ട്. അതേപോലെ റോൾ എന്താണ്, റോൾ തിയറി എന്താണ്, റോളിൻ്റെ ടൈപ്സ് എന്താണെന്ന് പറയുമ്പോൾ അസ്ക്രൈബ്ഡ് ആൻഡ് അച്ചീവ്ഡ് റോൾസ് ഉണ്ട്, റിലേഷണൽ ആൻഡ് നോൺ റിലേഷണൽ റോൾസ് ഉണ്ട്, ബേസിക് ജനറൽ ഇൻഡിപെൻഡന്റ് റോൾസ് ഉണ്ട്. അതുപോലെ നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള സൊസൈറ്റികളിലും കോംപ്ലക്സ് ആയിട്ടുള്ള സൊസൈറ്റികളിലും റോൾ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, റോളും സ്റ്റാറ്റസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, സിമിലാരിറ്റീസ് എന്താണ്. ദെൻ ഒരേ സൊസൈറ്റിയിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൽ തന്നെ മൾട്ടിപ്പിൾ റോൾസ് വരുന്നു. സോ ഡിഫറെന്റ് ഡയമെൻഷൻസ് എന്തൊക്കെയാണ് റോൾസിന്റെ, സമൂഹത്തിൽ ഒരാൾ വഹിക്കുന്ന സ്ഥാനങ്ങൾ എന്തൊക്കെ, അങ്ങനെയുള്ളതൊക്കെ. ദെൻ ലാസ്റ്റ്ലി റോൾ കോൺഫ്ലിക്റ്റ് എന്താണ്, ഈ റോളുകൾ തമ്മിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ വരുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 12 സോഷ്യലൈസേഷൻ. സോഷ്യോളജി എന്ന പേപ്പറിൽ നമ്മൾ എപ്പോഴും നോക്കുന്ന അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും പിന്നെയും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്ന ഒരു ടേമാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് സോഷ്യലൈസേഷൻ, അതിന്റെ മീനിങ് എന്താണ്, അതിന്റെ ചില ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്. സോഷ്യലൈസേഷന്റെ ടൈപ്സ് നോക്കുമ്പോൾ പ്രൈമറി സോഷ്യലൈസേഷൻ ഉണ്ട്, സെക്കൻഡറി സോഷ്യലൈസേഷൻ ഉണ്ട്, ജെൻഡർ സോഷ്യലൈസേഷൻ ഉണ്ട്, അഡൾട്ട് സോഷ്യലൈസേഷൻ ഉണ്ട്, റീ സോഷ്യലൈസേഷൻ ഉണ്ട്. അങ്ങനെ അതിന്റെ ടൈപ്സ് എന്തൊക്കെ. സോഷ്യലൈസേഷന്റെ ചില തിയറീസ് ഇവിടെ GH മീഡിന്റെ ഡെവലപ്മെന്റ് ഓഫ് സെൽഫ്, CH കൂലിയുടെ ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറി, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക് തിയറി. ഈ തിയറികളിലൂടെയെല്ലാം നമ്മൾ സോഷ്യലൈസേഷനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നു. ദെൻ സോഷ്യലൈസേഷന്റെ ഏജൻസ് എന്തൊക്കെയാണ്, ആരൊക്കെ വഴി നമുക്ക് സോഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഫാമിലി വരാം, ഫ്രണ്ട്സ് വരാം, പിയർ ഗ്രൂപ്പ്സ് വരാം, മറ്റു റെഫറൻസ് ഗ്രൂപ്പ്സ് വരാം, മാസ് മീഡിയ വരാം, സ്കൂൾസും കോളേജസും ഒക്കെ വരാം. സോ ഈ ഏജൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ വരുന്നത്. ഇനി യൂണിറ്റ് 13 സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. സോ ഇവിടെ എന്താണ് സൊസൈറ്റിയിലെ അല്ലെങ്കിൽ സോഷ്യോളജി പ്രകാരം സോഷ്യൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്. ഇവിടെ നമ്മൾ ഫംഗ്ഷണലിസം എന്ന അപ്രോച്ചിനെ കുറിച്ചും പോസിറ്റിവിസം എന്നൊരു അപ്രോച്ചിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. ഈ പോസിറ്റിവിസത്തിൽ നിന്ന് എങ്ങനെയാണ് ഫംഗ്ഷണലിസത്തിലോട്ട് എത്തിയത്, ആ ഒരു ഷിഫ്റ്റിനെ കുറിച്ച്, ചേഞ്ചിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ സോഷ്യൽ ആന്ത്രോപോളജിയിൽ എങ്ങനെയാണ് ഫംഗ്ഷണലിസം വരുന്നത്, അവിടെ നമ്മൾ റാറ്റ്ലിഫ് ബ്രൗണിനെ കുറിച്ച്, മൽനോസ്കിയെ കുറിച്ച്, അവരുടെ സ്റ്റഡീസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നു. ദെൻ ടാൽകോട്ട് പാർസന്റെയും റോബർട്ട് കെ മെർട്ടന്റെയും ഫംഗ്ഷണലിസം എന്താണ്, സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന പേപ്പറിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ഇവരുടെ എല്ലാം ഒരു ഫംഗ്ഷണലിസ്റ്റ് ആസ്പെക്ട് എന്താണ്, ഇവരുടെ പേഴ്സ്പെക്റ്റീവ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദെൻ ഈ പേപ്പറിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് 14 സോഷ്യൽ കൺട്രോൾ ആൻഡ് ചേഞ്ച്. എന്താണ് സോഷ്യൽ കൺട്രോൾ, എന്താണ് സോഷ്യൽ ചേഞ്ച്, സൊസൈറ്റിയെ എങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിന്റെ ടൈപ്സ് എന്തൊക്കെയാണ്, സോഷ്യൽ കൺട്രോളിന്റെ ടൈപ്സ് എന്തൊക്കെയാണ്, ഏജൻസീസ് എന്തൊക്കെയാണ്, സോഷ്യൽ ചേഞ്ച് എന്ന് വെച്ച കോൺസെപ്റ്റ് കൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതുപോലെ സോഷ്യൽ ചേഞ്ചിനെ നമുക്ക് എങ്ങനെയൊക്കെ മനസ്സിലാക്കാം. അവിടെ എവല്യൂഷണറി തിയറീസ് വരുന്നുണ്ട്, സൈക്ലിക്കൽ തിയറീസ് വരുന്നുണ്ട്, പിന്നെ സ്ട്രക്ചറൽ ഫംഗ്ഷണൽ ആസ്പെക്റ്റിലൂടെയുള്ള ചേഞ്ചസ് വരുന്നുണ്ട്. ദെൻ ലാസ്റ്റ്ലി സോഷ്യൽ ചേഞ്ചിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. ഇപ്പൊ സോഷ്യൽ ചേഞ്ച് എങ്ങനെയൊക്കെ സംഭവിക്കാം, സമൂഹത്തിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരാം, ബയോളജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങളാവാം, ജോഗ്രഫിക്കൽ ആവാം, ടെക്നോളജിക്കൽ ആവാം, സോഷ്യോ കൾച്ചറൽ ആവാം. സോ സമൂഹത്തിലെ മാറ്റങ്ങൾ എങ്ങനെയൊക്കെ വരാം. ലാസ്റ്റ്ലി സോഷ്യൽ ചേഞ്ച്, സമൂഹത്തിലെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് നമുക്കറിയാം. ഈ മാറ്റങ്ങൾ സമൂഹത്തിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു, അതാണ് ഈ യൂണിറ്റിൽ വരുന്നത്. സോ ഇങ്ങനെ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ 3 ബ്ലോക്കുകളിലായി 14 യൂണിറ്റ്സിൽ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിലൂടെ പഠിക്കാൻ പോകുന്നത്.